എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചീര വെച്ച് 2 റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീര പറിക്കുന്ന തോട്ടത്തിലേക്കൊന്ന് പോയതാണ്. ഇവിടെ നോക്കിയപ്പോൾ നിറച്ചും മൂത്ത് പോയിട്ടുണ്ട് ഇലയൊക്കെ. ഇതേപോലെ വലിയ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഇല ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ വരുമ്പോൾ തന്നെ ചെറുതായിട്ട് കിളുത്ത് വരുമ്പോൾ തന്നെ ഈ സ്റ്റേജിൽ തന്നെ ഈ പൂക്കൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ധാരാളം ഇല കിട്ടും. അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇലകളൊക്കെ വെച്ച് നമുക്ക് കറികളും തോരനും കൂടാതെ വേറെയും നമുക്ക് റെസിപ്പികൾ ചെയ്യാവുന്നതാണ്. കുട്ടികൾ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ പച്ച ചീര കൂടാതെ ചുമന്ന ചീരയും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇന്ന് ചീരയുടെ ഇല വച്ചൊരു സ്മൂത്തിയും ഒരു ഗോതമ്പ് ദോശയുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ചീര അരിഞ്ഞത് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് ചീരയുടെ ഇലയൊന്ന് സോക്ക് ചെയ്ത് എടുത്താൽ മതി. അത് ഒരു അരിപ്പ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഒരു മിക്സി ജാറിൽ നമ്മൾ ഡ്രൈ ചെയ്ത 1/2 കപ്പ് ചീരയും 2 പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കുറയ്ക്കാം, ഒരു വെളുത്തുള്ളി, അരയ്ക്കാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് ദോശപ്പരുവത്തിൽ കലക്കിയെടുക്കാം. മാവ് ലൂസാവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പം നല്ലതുപോലെ കലക്കി ബാറ്റർ റെഡിയാക്കാം. ഇനിയൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലിട്ടാൽ മതി. സാധാരണ വീട്ടിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ ചീരയുടെ ഇല ചേർത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ചീര കഴിക്കാത്ത കുട്ടികളാവുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. ദോശയൊന്ന് പതുക്കെ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നെയ്യ്, ഒരു സ്പൂൺ തന്നെ വേണമെന്നില്ല, അത് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടാം കുറയ്ക്കാം. 2 സൈഡും നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചീര കൊണ്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ചെയ്യാം, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ കളർ ദോശയാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ എന്ന രീതിയിൽ സോസ് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തു, ഒരു കളർഫുള്ളിന് വേണ്ടി ടൊമാറ്റോ സോസ്. അപ്പോൾ ഗോതമ്പ് ദോശ ഇവിടെ റെഡി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ചീരയുടെ ഇല അരിഞ്ഞ് ചേർക്കാം. ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം അരിഞ്ഞ് ചേർക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈ ചെയ്ത് വയ്ക്കാം. ഇനി പകുതി കഷ്ണം ആപ്പിളാണ്
മുറിച്ചിട്ടേക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് ഡ്രൈ ചെയ്ത് വെച്ച ചീരയുടെ ഇല അതിലേക്ക് ചേർക്കാം. ഒരു മിക്സി ജാറിലാണ്, ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ് നമുക്കിത്. പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ 2 കപ്പലണ്ടിയോ ബദാമോ കാഷ്നട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതൊരു സ്പൂൺ പീനട്ട് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. വാനില പൗഡർ, ഒരു ഫ്ലേവറിന് വേണ്ടി 1 സ്പൂൺ വാനില പൗഡർ. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ പാലൊഴിച്ച് കൊടുത്താലും മതി. ആവശ്യത്തിന് പഞ്ചസാര. കുട്ടികളാവുമ്പോൾ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി ജ്യൂസറിലിട്ട് നമുക്കത് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയും ആപ്പിളും ചേർത്ത സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 2 റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.